കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 2 ദിനവൃത്തങ്ങളുടെ പുസ്തകം 18-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ചെന്ന് അവൻ്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിൻ്റെ ആത്മാവായിരിക്കും എന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, ഒരിക്കൽ യഹൂദ്യ രാജാവായ യോശബാത്തിനോട് ഇസ്രായേലിൻ്റെ രാജാവായ ആഹാബ് രാജാവ് ചോദിക്കുകയാണ്, നീ എന്നോട് കൂടെ യുദ്ധത്തിന് വരുമോ എന്ന്. അപ്പോൾ യഹൂദ രാജാവ് പറയുകയാണ്, ഇസ്രായേലിലെ പ്രവാചകന്മാരെ വിളിച്ച് ദൈവത്തിൻ്റെ വാക്ക് കേൾക്ക്. അങ്ങനെ അപ്പോൾ ഈ ഒരു ആഹാബ് വിളിച്ച് തന്നോട് പ്രവാചകന്മാരെ 400 പേരെ വിളിക്കുകയാണ്. നമ്മൾ 2 ദിനവൃത്താന്തം 18-ൻ്റെ 5-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ അങ്ങനെ കാണുന്നു: ഇസ്രായേൽ രാജാവ് 400 പ്രവാചകന്മാരെ വരുത്തി അവരോട്, ഞങ്ങൾ ഗിലെയാദിലെ രാമോത്തിലേക്ക് യുദ്ധത്തിന് പോകാതിരിക്കുകയോ എന്തു വേണ്ടു എന്ന് ചോദിച്ചു. അതിന് അവർ, പുറപ്പെടുക, ദൈവം അത് രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 400 പേർ പറഞ്ഞിട്ടും വീണ്ടും യോശബാത്ത് പറയാണ്, ഇവിടെ വേറെ ആരും ഇല്ലയോ? അവരെ കൂടെ വിളിച്ച് ഒന്നുകൂടെ ചോദിക്കുവാൻ പറയുന്നു. അപ്പോഴാണ് പറയുന്നത്, ഇവിടെ ഒരാൾ ഉണ്ട്, മിഖ എന്ന് പറഞ്ഞ ഒരു പ്രവാചകനുണ്ട്. അവന് എപ്പോഴും എനിക്ക് വിരോധമായിട്ടേ പ്രവാചനം പറയുകയുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ യഥാർത്ഥം ആ പ്രവാചകൻ ദൈവത്തിൽ നിന്ന് നല്ല അരുളപ്പാട് വാങ്ങി പ്രവചിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. താൻ പറയുന്നതെല്ലാം ആഹാബിന് അതേപോലെ നടക്കുന്നത് കൊണ്ട് താൻ ഭോഷ്ക് പറയുന്നു എന്ന് രാജാവ് വിചാരിച്ചു. നമ്മൾ ഈ 18-ാം അധ്യായത്തിൻ്റെ 19 മുതൽ വായിക്കുമ്പോൾ മീഖായ പ്രവാചകൻ വന്ന് രാജാവിനോട് പറയുകയാണ്, എന്നാൽ യഹോവയുടെ വചനം കേൾപ്പിൻ. യഹോവ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നതും സ്വർഗത്തിലെ സൈന്യം എല്ലാം അവൻ്റെ വലത്തും ഇടത്തും നിൽക്കുന്നതും ഞാൻ കണ്ടു. ഇസ്രായേൽ രാജാവായ ആഹാബ് ചെന്ന് ഗിലെയാദിലെ രാമോത്തിൽ പട്ടുപോകേണ്ടതിന് അവനെ ആർ വശീകരിക്കും എന്ന് യഹോവ ചോദിച്ചതിന് ഒരുത്തൻ ഇങ്ങനെയും ഒരുത്തൻ അങ്ങനെയും പറഞ്ഞു. എന്നാറെ ഒരാത്മാവ് മുന്നോട്ട് വന്ന് യഹോവയുടെ സന്നിധിയിൽ നിന്ന് ഞാൻ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞു. യഹോവ അവനോട് എന്നാൽ എന്ന് ചോദിച്ചു. അതിന് അവൻ, ഞാൻ ചെന്ന് അവൻ്റെ സകല പ്രവാചകന്മാരുടെയും വായിൽ ഭോഷ്കിൻ്റെ ആത്മാവിനെ ഇരിക്കും എന്ന് പറഞ്ഞു. നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അങ്ങനെ ചെയ്യുക എന്ന് അവന് കൽപ്പിച്ചു എന്ന് കാണുന്നു. അപ്പം മിഖായേൽ പ്രവാചകൻ പറയുകയാണ്, ഞാൻ കാണുകയാണ്, ദൈവസന്നിധിയിൽ സർവ്വസേനയിൽ നിന്നപ്പോൾ യഹോവ ചോദിക്കുകയാണ്, ആഹാബ് രാജാവ് ഗിലെയാദിൽ പോയി വീഴുവാൻ ആര് ചെന്ന് ഭോഷ്കിൻ്റെ ആത്മാവായിട്ട് ഇരിക്കും, അല്ലെങ്കിൽ ആര് പോയി അവൻ വീഴേണ്ടതിന് അവനെ വശീകരിക്കുമെന്ന് ചോദിച്ചതിന് ഓരോ സൈന്യത്തിൻ്റെ ഓരോ ആൾക്കാരും ഒരുത്തൻ ഒരു തരത്തിൽ, വേറൊരു തരത്തിൽ പറഞ്ഞു. പക്ഷേ അപ്പോഴൊരു ആത്മാവ് അവിടെ വന്ന് പറയുകയാണ്, ഞാൻ പോകാം എന്ന്. അപ്പോൾ എങ്ങനെ നീ അവനെ വശീകരിക്കുമെന്ന് ചോദിച്ചപ്പോൾ ആ ആത്മാവ് ദൈവത്തോട് പറഞ്ഞു എന്ന്, ഒരു 400 പ്രവാചകന്മാരുടെ വായിലും ഭോഷ്കിൻ്റെ ആത്മാവായിട്ട് ഞാനിരിക്കും, അപ്പോൾ അങ്ങനെ അവൻ വീഴുമെന്ന്. അപ്പോൾ കർത്താവ് പറയുകയാണ്, നിന്നെക്കൊണ്ട് സാധിക്കും, നീ പോക, അങ്ങനെ തന്നെ ചെയ്യുക എന്ന്. അങ്ങനെ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് വന്ന ഒരാത്മാവ് 4 പേരുടെ വായിലും ഭോഷ്കിൻ്റെ ആത്മാവായിട്ടിരുന്നു. പ്രിയ ദൈവ പൈതല്, നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും പ്രവാചകന്മാരെ അന്വേഷിച്ചും പോകാറുണ്ട്, വെളിപ്പാടുകൾ കേൾക്കുവാൻ പോകാറുണ്ട്. പക്ഷേ ദൈവഹിതം പ്രകാരമല്ലാതെ നാം പോകുമ്പോൾ അവിടെ ഭോഷ്കിൻ്റെ ആത്മാവാണ്. ഒരു നല്ല പ്രവാചകനായിരിക്കാം, പക്ഷേ ഭോഷ്കിൻ്റെ ആത്മാവാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവർ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നടക്കാതെയും പോകുന്നു. പക്ഷെ നമ്മുടെ ബൈബിൾ എന്ന് പറയുന്നത് ഒരു പ്രവചന പുസ്തകമാണ്. അപ്പോൾ നാം വായിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ആ പുസ്തകത്തിൽ നിന്ന് തന്നെ കിട്ടും. നാം നമ്മെ തന്നെ താഴ്ത്തുവാനും ഉപവസിക്കുവാനും നമ്മുടെ വിഷയങ്ങൾ ദൈവസന്നിധിയിൽ പറഞ്ഞ് കരയുകയും വീട്ടിനകത്തിരുന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ഉത്തരവുമായിട്ട് ഇറങ്ങി വരുന്ന ഒരു കർത്താവുണ്ട്. പ്രിയ ദൈവ പൈതലേ, നാം പ്രവാചകന്മാരെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല.
നടക്കുന്നില്ല. പ്രവചനം കേട്ടാൻ അന്വേഷിച്ച് നടക്കേണ്ടത്. കർത്താവ് നമ്മോട് ഒരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ ഒരു പ്രവാചകനെ നമ്മുടെ അടുത്തേക്ക് അയച്ചു തരും. അല്ലെങ്കിൽ നാം ഒരു കൂട്ടായ്മയിലിരിക്കുമ്പോൾ അവിടെ നിന്ന് ദൈവത്തിൻ്റെ വചനം നമുക്ക് കേൾക്കുവാൻ സാധിക്കും. എല്ലാം നാം തന്നെ അന്വേഷിച്ച് നടക്കുമ്പോൾ പലപ്പോഴും പല പോഷ്കിൻ്റെ ആത്മാവുകളാണ് ഈ മനുഷ്യരുടെ വായിൽ കൂടെ വരുന്നത്. പ്രിയ ദൈവമക്കളെ, ഈ 21-ാമത്തെ വചനത്തിൽ നാം അതാണ് വായിക്കുന്നത്. ഇവിടെ കാണുന്നത് എന്ന് വെച്ചാൽ, ഞാൻ ചെന്ന് അവൻ്റെ സകല പ്രവാചകന്മാരുടെ വായിൽ പോഷ്കിൻ്റെ ആത്മാവായിരിക്കുമെന്ന് പറഞ്ഞ് നീ അവനെ വശീകരിക്കും എന്ന് പറഞ്ഞ് നീ അവനെ വശീകരിക്കും, നിനക്ക് സാധിക്കും, നീ ചെന്ന് അവന് അങ്ങനെ തന്നെ ചെയ്യുക എന്ന് അവൻ കൽപ്പിച്ചു എന്ന് കാണുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ 400 പേർ മാനുഷികമായിട്ട് നമ്മൾ 400 പേർ പറയുന്നത് വിശ്വസിക്കുമോ? ഒരുവൻ പറയുന്നത് വിശ്വസിക്കുമോ? പക്ഷേ ഈ ഒരുവൻ പറഞ്ഞത് വിശ്വസിക്കാതെ 400 പേർ പറഞ്ഞതുപോലെ യുദ്ധത്തിന് പോവുകയും ആഹാബ് രാജാവ് അവിടെ നിന്ന് പട്ടുപോകുകയും ചെയ്തു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നാം പ്രവചനങ്ങൾ അന്വേഷിച്ച് നടന്ന് ആ പ്രവചനം പോലെ നാം ചെയ്തിട്ട് നാം ദൈവത്തിൻ്റെ ദാസന്മാരല്ലയോ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് നാം എന്ത് ചെയ്യും? അത് ഫോളോ ചെയ്യും. പക്ഷെ അത് നമ്മുടെ ജീവിതത്തിൽ വളരെ കഷ്ടപ്പാടുകൾ കൊണ്ടുവരും. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാം പ്രവാചകന്മാരെ അന്വേഷിച്ച് നടക്കുന്നത് പോലെ നമുക്കൊരു മധ്യസ്ഥനുള്ളത് കർത്താവ് യേശു ക്രിസ്തുവാണ്. നമുക്കുള്ള എന്ത് ദുഃഖവും എന്ത് വേദനയും എന്ത് പ്രയാസവും നാം വീട്ടിനകത്തിരുന്ന് കർത്താവിനോട് നാം വചനപ്രകാരം പറയുമ്പോൾ, അവൻ്റെ ഹൃദയപ്രകാരം നാം ചോദിക്കുമ്പോൾ, നമ്മുടെ പാപങ്ങളെ ഏറ്റുചൊല്ലി നാം കർത്താവിൻ്റെ സന്നിധിയിൽ നാം മെനക്കെട്ടിരിക്കുമ്പോൾ കർത്താവ് നമ്മോട് സംസാരിക്കും. അതൊരു പോഷ്കിൻ്റെ ആത്മാവിനെ കൊണ്ടല്ല, കർത്താവ് തൻ്റെ വിശുദ്ധാത്മാവിനെ കൊണ്ട് നമ്മോട് സംസാരിക്കും, നമ്മോട് ഇടപെടും, നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം വരികയും ചെയ്യും. അങ്ങനെ ഓരോരുത്തരും പ്രവാചകന്മാരിലല്ല, കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുകയും മുമ്പോട്ട് നമ്മുടെ ജീവിതം നയിക്കുകയും ചെയ്യുവാൻ കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, ഈ സമയത്ത് ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോ തൻ്റെ മക്കളെ അപ്പൻ്റെ കരങ്ങൾ തരുന്നു. കർത്താവെ, കർത്താവ് ഈ ദിവസങ്ങളിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ കൂടെ കടന്നു പോകുന്നുവോ അതിന് പ്രവാചകന്മാരെ അന്വേഷിച്ച് കർത്താവ് വീണ്ടും അവർക്ക് ആ പാപത്തിലും കഷ്ടതയിലുമായിരിക്കുന്നതിനെ മാറ്റിയിട്ട് കർത്താവെ, ദൈവമേ, ഒരു സത്യസന്ധതായ ഒരു ജീവിതം ചെയ്യുവാൻ കർത്താവിൽ തന്നെ യഥാർത്ഥമായി ആശ്രയിച്ച് അങ്ങോട്ട് തന്നെ എല്ലാ പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് മുമ്പോട്ട് പോകുവാൻ ഓരോരുത്തർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.